കുറേ അധിക ദിവസമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചൊരു ടോപ്പിക്കാണ് KCAയിൽ നടന്ന പീഡന പരമ്പര. മനു എന്ന് പറഞ്ഞ കോച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് KCA ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നടത്തിയ പീഡന പരമ്പരയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, തുടക്കം മുതൽ ഇപ്പോൾ ഇത് എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതിലൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടേണ്ടിയിരുന്നു. അതാണ് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നത്. ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിനേക്കാൾ കൂടുതൽ ദേഷ്യമാണ് വരുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ക്രിക്കറ്റിൻ്റെ സ്ട്രക്ചർ, ഇന്ത്യയിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ലോകത്തിൽ തന്നെ ദ ബെസ്റ്റ് സ്ട്രക്ചറാണ്. BCCയും അതിന് താഴെയുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ് അസോസിയേഷൻസും പറയുന്നത് ഞങ്ങളാണ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ BCCൻ്റെ അണ്ടറിലുള്ള KCAയുടെ തന്നെ കോച്ചായി നിന്നിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോക്സോ കേസ് അടക്കം ആ വ്യക്തിയുടെ പേരിൽ വന്നിട്ടും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഇത്രയും വലിയൊരു പീഡന പരമ്പര പുറം ലോകം അറിയുമ്പോൾ എന്ത് വിശ്വസിച്ച് ഞങ്ങളെ മക്കളെ അവിടെ കളിക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ വേണ്ടി പറഞ്ഞു വിട്ടു എന്നുള്ള പാരൻസിൻ്റെ ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇനി പോകാൻ ആളുകൾ പേടിക്കില്ലേ? മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത് ടേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ സംഗതിയിൽ കുറച്ച് എന്താ പറയുക എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ ഞങ്ങളെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞ് KCAയുടെ ആളുകൾ വന്നു. ഇതുവരെ വായിൽ പഴം തിരികെയിരിക്കുകയായിരുന്നു. ആക്ച്വലി ഈ മനു എന്ന് പറഞ്ഞ കോച്ച്, നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ നാട്ടിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിറ്ററലി ഇവിടെ ഏത് ഗെയിമിനെ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ പാരൻസ് ക്രിക്കറ്റിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ഒരു തരം മെൻറ്റാലിറ്റിയിലേക്ക് മാറും. കാരണം അതിൻ്റെ ഒരു ഫെയിം, അതിൻ്റെ ഒരു മണി, അതിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എല്ലാം, പിന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൊണ്ടും ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ആ ഒരു ഗെയിമിന് കൂടുതലായിട്ട് ആളുകൾ കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള സ്പോർട്സിനെ വെച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റിന് കൂടുതലാണ്, ചാൻസസും കൂടുതലാണ് ഇന്ത്യയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ KCA, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉള്ളപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോച്ചിങ് സെൻറ്ററിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നതിലും കൂടുതൽ ആളുകൾ ട്രസ്റ്റായിട്ട് വിടുന്നത് എവിടെ? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നെറ്റ്സിലായിരിക്കും. പ്രാക്ടീസ് ചെയ്യാനും മാച്ചസ് കളിക്കാനും കുട്ടിക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ഭാവി എന്നൊക്കെ പറയുമ്പോൾ KCAൻ്റെ അണ്ടറിൽ വരുന്നവർക്ക് കുറേ കൂടുതൽ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, അങ്ങനെ NCA, നാഷണൽസ് കയറി പോകാൻ പറ്റും. അവിടെ വരെ കുട്ടികൾ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പെൺകുട്ടികൾക്കെതിരെ നടന്ന ക്രൂരതയെ കുറിച്ചിട്ടാണ് ആ വ്യക്തി, മനു എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത നെറികേടിനെ കുറിച്ചാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമല്ല. ഞാൻ പറയുമ്പോൾ ശക്തമായ അന്വേഷണം ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് ഓരോ ഡിസ്ട്രിക്റ്റിലും നടത്തണം. ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുത്തു വയ്ക്കുക. ഓരോ ജില്ലാ അസോസിയേഷൻ നിങ്ങൾ എടുത്ത് വെച്ച് എവിടെയൊക്കെ ക്യാമ്പ് നടക്കുന്നു, എവിടെയൊക്കെ കുട്ടികളുണ്ട്, എവിടെയൊക്കെ കോച്ചുകൾ, നിങ്ങൾ ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ടിലുള്ള കോച്ചസിനെയും കുട്ടികളെയും എടുത്ത് വെച്ച് ചോദിച്ച് അവിടെ നിങ്ങൾ കറക്റ്റ് ട്രാക്ക് ചെയ്യണം. പെൺകുട്ടികൾക്ക് മാത്രമല്ല. ഞാൻ വർഷങ്ങളായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ കാലമായിട്ട് ക്രിക്കറ്റ് കളിച്ച് വരുന്ന ഒരാളാണ്. ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറിലൂടെയൊക്കെ പോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം, ഞാനൊക്കെ കളിച്ച് വളർന്ന സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. എനിക്കിപ്പോൾ അത് പ്രൂഫായിട്ട് ഇവിടെ കൊണ്ടു ഇടാനില്ല, പക്ഷെ കേട്ട് വന്ന കാര്യങ്ങളിൽ പെൺകുട്ടികൾ മാത്രമല്ല, ജനങ്ങൾ അറിയേണ്ടത് ഇവിടെ ചെറിയ പിഞ്ച് പയ്യന്മാരെ വരെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന കോച്ചസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവും ചെയ്യും, പുറത്താരും പറയാഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ കോച്ചായിരുന്ന മനു 10 വർഷമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 2016-17 ഇയാൾക്കെതിരെ കേസ് വന്നു എന്ന് പറയുന്നുണ്ട്, ഈ മനു എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ. എന്നിട്ടും ഒരു നടപടിയും കാര്യങ്ങളും ഉണ്ടായില്ല. 2022 വീണ്ടും ഇയാൾക്കെതിരെ കേസ് വരുന്നു. അത് കഴിഞ്ഞ മെയ് 15 ഇയാൾ KCAയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. റിസൈൻ ചെയ്തു പോയ മനുവിനെതിരെ വീണ്ടും പരാതി വരുന്ന ഒരു 16-17 പരാതി വരുന്നു. അപ്പോൾ പരാതി വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി ഇയാൾ അവിടെ നിന്ന് രാജിവെച്ചതാണോ എന്നുള്ളത് നമ്മൾ പോലീസ് അടക്കം അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, മീഡിയ അടക്കം അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അതിനുശേഷം ഇയാളെ പെൺകുട്ടികളുടെ ഒരു ടൂർണമെൻറ്റിന് വീണ്ടും കോച്ചായിട്ട് KCAയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്നു. എങ്ങനെയുണ്ട്? ഓൾറെഡി പിരിഞ്ഞു പോയ ഒരാൾ, പിരിച്ചു വിട്ടു എന്ന് KCA പറയുന്ന, അല്ലെങ്കിൽ പിരിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വീണ്ടും എങ്ങനെ പെൺകുട്ടികളുടെ ടൂർണമെൻറ്റിന് കോച്ചായിട്ട് KCA വിടും?
അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ന്യൂസിൽ വന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ കംപ്ലീറ്റ്ലി സംസാരിക്കുന്നത്. അത് മതി, ന്യൂസിൽ വന്ന കാര്യങ്ങൾ മാത്രം മതി ഇവിടെ സംസാരിക്കാൻ. കൂടുതൽ അഡീഷണലി കുറച്ചധികം കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. ന്യൂസിൽ വന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ ന്യൂസ് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. കോച്ച് മനുവിനെതിരെ 1.5 വർഷം മുമ്പ് ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. ആ KCIയുടെ കീഴിൽ പരിശീലനത്തിന് വന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇയാൾക്കെതിരെ ഇങ്ങനെ തന്നെ ഉപദ്രവിച്ചു എന്നുള്ളൊരു പരാതി നൽകി. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി, ചാർജ് ഷീറ്റും നൽകി. പക്ഷേ ആ കേസിൽ ഇയാൾ കുറ്റമുക്തനാവുകയാണ് ചെയ്തത്. അതായത് ആ പെൺകുട്ടി വരെ മൊഴി മാറ്റുന്ന വരെ സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന്, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അന്ന് ഈ അതിജീവിതയെ വരെ സ്വാധീനിച്ചുകൊണ്ട് അയാൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ടും അത്തരം ഒരു ആരോപണം ഉയർന്നിട്ടും ഇയാൾക്ക് KCIയുടെ ഭാഗമായുള്ള ഈ പരിശീലന പരിപാടിയിൽ കോച്ചായി തുടരാൻ ഈ കഴിഞ്ഞ 1.5 വർഷവും കഴിഞ്ഞു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ആ കേസ് കഴിഞ്ഞു. അതിനുശേഷം ഏറ്റവും ഒരു 3 ആഴ്ച മുമ്പാണ് പുതിയ പരാതി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ തുടരെ കുട്ടികളുടെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിക്കറ്റിൽ വലിയ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാൾ ടൂർണമെന്റ് കളിപ്പിക്കാനെന്ന പേരിൽ തെങ്കാശിയിൽ കൊണ്ടുപോയി അവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെങ്കാശിയിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന പെൺകുട്ടികളുടെ മൊഴിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെങ്കാശിയിൽ പോയി കന്റോൺമെന്റ് പോലീസ് അന്വേഷണം നടത്തിയത്. അതിൽ ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് കുട്ടികളെ പീഡിപ്പിച്ചു എന്നതിന്റെ തെളിവുകൾ പോലീസ് തെങ്കാശിയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതിനൊപ്പം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ. അതും പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച്, അതായത് ഈ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട് അവരുടെ ശാരീരിക ഘടന BCCIക്ക് അറിയണം എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ നഗ്ന ഫോട്ടോ ഇയാൾ ഫോണിൽ പകർത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച് മൊഴി പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ 2 ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വൃത്തികെട്ടവൻ അവിടെ KCIയിൽ ഇരുന്ന് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതൊരു മനുവിൽ ഒതുങ്ങുന്ന കേസായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ മാറുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉള്ള ആളുകൾ വെളിയിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു മനുവിലേക്ക് മാത്രം ഒതുക്കാനുള്ള എല്ലാ പരിപാടിയും ഇപ്പോൾ നടക്കും. ഒരാളും ഉണ്ടെന്നുണ്ടോടെ കേരള ക്രിക്കറ്റിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ട്, എത്ര കോച്ചുമാരുണ്ട്, ലോകം അറിയുന്ന നമ്മളൊക്കെ അറിയുന്ന ഒരാളും മിണ്ടുന്നുണ്ടോ? ഒരാൾക്ക് മിണ്ടാൻ വായിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നും വേണ്ട, ജസ്റ്റ് ചുമ്മാ വന്നിട്ട് ഓക്കെ ഇങ്ങനൊരു പരാതി കേട്ടു, ഓക്കെ എന്താണ് സംഗതി ഒന്ന് അന്വേഷിച്ചിട്ട് പുറത്ത് എന്തെങ്കിലും ഇപ്പം അങ്ങനെയാണല്ലോ ഒരു സംഭവം ഉണ്ടായി, നമ്മൾ വളർന്നൊരു സ്ട്രക്ചറിലാണ് എന്തെങ്കിലും ഉണ്ടായത്, ഇത്രയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പരാതി, ഇത്രയും കുട്ടികളെ നിരന്തരമായിട്ട് ഉപദ്രവിച്ച ഒരു വ്യക്തി, ഓക്കെ ആ വിക്ടമായിട്ട് നിൽക്കുന്നവരുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ആരെങ്കിലും ഒരാളെപ്പോലും ഞാൻ കണ്ടില്ല. ഓക്കെ, ഒരാളെപ്പോലും ഞാൻ കണ്ടില്ല. സി, ഒരു കോച്ചിങ്ങിന് ഒരു പാരൻറ്റ് ഒരു കുട്ടിയെ പറഞ്ഞയക്കുകയാണ്. ഈ പെൺകുട്ടിയെ തന്നെ നിങ്ങളൊരു ചെറിയ പെൺകുട്ടീനെ എടുത്തു, ഇയാൾക്കൊക്കെ ഒരു കോച്ച് എന്ന് പറഞ്ഞ രീതിയിൽ ഇത്രയും ഒരു സൈക്കോ മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരുത്തന് ഈസി ആയിട്ട് ഈ കൊച്ചു കുട്ടികളെ പേടിപ്പിക്കാൻ പറ്റും. കാരണം ഭയങ്കര ഒരു ഏറ്റവും കൂടുതൽ ഒരു പ്ലെയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മെൻ്റലി ഡൗൺ ആവുന്നതാണ് ഒരു കോച്ചിൻ്റെ ഇഗ്നോറൻസ് ആണ്. അല്ലെങ്കിൽ കോച്ച് ബാക്കിയുള്ളവർ നിന്ന് കളിയാക്കുക, ടീമിലിടാതിരിക്കുക, ഇങ്ങനത്തെയൊക്കെ പരിപാടി കാണിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് തകർന്നു. അത് മുതലെടുത്തിട്ട് കുട്ടികളെ നെറ്റ്സിൽ നിൽക്കുമ്പോൾ മോശമായി പോയി തൊടുക, ജിമ്മിൽ വരുമ്പോൾ ഡ്രസ്സ് ഇയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവരിക, BCCIക്ക് സെലക്ഷൻ അയച്ചു കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വീഡിയോ എടുപ്പിക്കുക, ഫുള്ള് ബോഡി കാണണം, അതിനെന്തായിട്ട് നിങ്ങൾ വസ്ത്രമൊന്നും ഇടാതെ നിൽക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് വീഡിയോ എടുക്കാൻ കുട്ടികളെ പുഷ് ചെയ്യുക. ടൂർണമെൻറ്റിന് പോകുന്ന സമയത്ത് കുട്ടികളെ ടീമിൽ കളിപ്പിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, എനിക്ക് വഴങ്ങി തന്നില്ലെങ്കിൽ എന്ന് പറയാം. അങ്ങനെയുള്ള കുട്ടികളെ മാത്രമേ കളിപ്പിക്കൂ എന്ന് പറയാം. എനിക്കിവിടെ എന്തും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ കുട്ടികളോട് സംസാരിക്കുക. ആരാണ് ഈ ഫുൾ അതോറിറ്റി കൊടുത്തത്? അപ്പോൾ ഇതൊരു മനുവിൽ ഒതുങ്ങുന്ന കേസല്ല. ഇതിപ്പോൾ ഇനി മനുവിലേക്ക് ഒതുക്കും ഈ കേസ് ഷുവറായിട്ട്. മനുവിൻ്റെ ഫോണ് ഫോറൻസിക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോൺ കൊടുത്തിട്ടില്ല, ഒരു ഫോൺ ഇല്ലാതെ വിറ്റു എന്നാണ് പറയുന്നത്. മനു ഇങ്ങനെ എനിക്ക് ഡാം ഷുവറാണ് ഇത് മനുവിൽ ഒതുങ്ങുന്ന കേസല്ല. മനുവിനേക്കാൾ വലിയ സ്ഥാനത്ത് ഇരിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾ മനുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇറങ്ങി വരും. കാരണം മനു വായ തുറന്നാലോ മനുവിൻ്റെ ഫോണുകളിൽ നിന്ന് എന്തെങ്കിലും പോയാലോ കിട്ടിയാലോ പല മുഖങ്ങളും ഇവിടെ ചാടും. കാരണം ഇത് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഇത് കുറേ കേട്ടിട്ടുണ്ട്, ഓക്കെ, പക്ഷെ ഇതിനൊന്നും തെളിവുകളില്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് വരുന്നില്ല. വന്നാലും ഇവർ അമുക്കി കളി. നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു കോണ്ടാക്റ്റോ പൈസേൻ്റെ കളിയോ ഒന്നും അല്ല.
KCA പോലത്തെ ഉള്ള സ്ട്രക്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അൺഇമാജിനബിൾ ആണ് ഒരു സാധാരണക്കാരൻ. അത്രയും കളികളാണ്. ഒരാൾക്ക് പോലും തൊടാൻ പേടിയായിരിക്കും. മണി ആൻഡ് മസിൽ പവർ, അതാണ് ലിറ്ററലി മണി ആൻഡ് മസിൽ പവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഗവൺമെൻറ് ആണെങ്കിലും ഈ കാര്യത്തിലൊന്നും വലിയ ഓഡിറ്റ് ഒന്നും വെക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് നോക്കുന്നില്ല വാട്ട്സ് ഹാപ്പനിങ് ഇൻ KCA എന്നൊക്കെ. അങ്ങനെ പ്രഥമ ദൃഷ്ടിയാൽ കാണുന്ന ഒരു ഇൻ്റർനാഷണൽ മാച്ച് വരും, ഒരു T20 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാച്ച് വരുമ്പോൾ അപ്പം കഴിഞ്ഞ്. അല്ലാതെ ഇതിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ നടക്കുന്നു, ഇവിടെ കുട്ടികൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ, കുട്ടികൾ പിഞ്ചു കുട്ടികളല്ലേ പോണേ. ഒരു ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ഏത് സ്പോർട്ടാണെങ്കിലും വളരുന്ന കുട്ടികൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള മേഖലകളാണ്. അവിടെ കൃത്യമായ രീതിയിൽ CWC അടക്കമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്ന് അന്വേഷിക്കണ്ടേ, അല്ലെങ്കിൽ എന്താ നടക്കുന്നത് നോക്കണ്ടേ? അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു മനുവിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോയി, മനുവിൽ മാത്രം ചുരുങ്ങിപ്പോയി. കാരണം മനു പല കേസുകളും ഒതുക്കിയിട്ടുണ്ട് ഇവിടെ. മനു പല കേസുകളും ഒതുക്കിയിട്ടുള്ളത് മണി പവർ വെച്ചിട്ട്. ഈ ഒരു കോച്ചായിട്ട് ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷനിലൊരു കോച്ചിന് മണി പവർ എവിടെ നിന്ന് കിട്ടണമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ കോച്ചുകളുണ്ട് എനിക്കറിയുന്നത്. ഒരു നേരം ഭക്ഷണം കഴിച്ച് ബാക്കി 2 നേരം പപ്സും ലൈമും കുടിച്ച് നടക്കുന്ന എത്രയോ കോച്ചുമാരുണ്ട്. കണ്ണടയും വെച്ച് ഇൻസൈഡും ചെയ്ത് KCA ടീഷർട്ട് ഇട്ട് നടക്കുന്നുള്ളൂ. പക്ഷേ 2 നേരം പപ്സും ലൈമും ആയിരിക്കും. ഒരു നേരമായിരിക്കും ചിലപ്പോൾ ഒരു ചോറോ ബിരിയാണിയോ കഴിക്കുന്നത്. കഷ്ടമാണ് അവസ്ഥ. കളിയോടുള്ള സ്നേഹം കൊണ്ടും കുട്ടികളെ പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടും മാത്രം നടക്കുന്ന എത്രയോ കോച്ചുമാരുണ്ട്. അതിൽ തന്നെ കുറേ പേർക്ക് KCA പ്ലേസ്മെൻറ്റ് കൊടുക്കാറുമില്ല. ഷോ കാണിക്കുന്ന ഷോക്കികളെ പിടിച്ച് എന്ത് ചെയ്യും? അല്ലെങ്കിൽ KCA തന്നെ പല ആളുകളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് റാൻ മൂടുന്നതോ ശരി വെക്കുന്നതോ ആയിട്ടുള്ള കുറേ ഷോക്കികളെ പിടിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? KCA അവർ പിടിച്ച് അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെയും നടക്കും. ഞാൻ എല്ലാവരുടെ കേസും പറഞ്ഞാൽ ചിലരുടെ കേസിലൊക്കെ അങ്ങനെയാണ്. അപ്പം ഇവിടെ എൻറ്റയർ സിസ്റ്റം ഫെയിലിയർ ആണെന്നാണ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. എൻറ്റയർ സിസ്റ്റം ഫെയിലിയറാണ്. ഇത്രയും വലിയൊരു പീഡന പരമ്പര നിങ്ങൾ ആലോചിച്ച് നോക്കി. BCCI ഞാൻ പറയുമ്പോൾ എൻറ്റയർ ഇന്ത്യയിൽ ചെക്ക് ചെയ്യണം BCCI. ഇതൊരു കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും നിങ്ങളെടുത്ത് ചോദിക്കുമോ, അവിടേക്ക് ഇതിലും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഇതിപ്പോൾ കേരളത്തിലെ ഒരു കോച്ച് ഇങ്ങനെ ചെയ്തു, ഇത്ര കുട്ടികൾ പരാതിയായിട്ട് വരുന്നു. അപ്പോൾ ഈ എൻറ്റയർ സിസ്റ്റത്തിലൂടെ കുട്ടികൾ സേഫാണോ? അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഒരു പെൺകുട്ടി വന്ന് ആ കുട്ടിയുടെ ഫ്രണ്ടിനുണ്ടായ അനുഭവം അടക്കം പറയുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടോ. ഞാൻ ക്രിക്കറ്റില് ഫീൽഡിൽ വന്നിട്ട് 8-9 വർഷത്തിൽ കൂടുതലായി. ഞാൻ KCA അവരുടെ മനു സാർ ആ പുള്ളിന്റെ കീഴിലാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഇയാൾ എങ്ങനെയായിരുന്നു? പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു കോഴി ടൈപ്പാണ്. എല്ലാ പെൺകുട്ടികളെ ആ പുള്ളി വേറെ എന്തോ രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പുള്ളിക്ക് ആ ഒരു ടൈമിൽ ഇട്ട പേര് കോഴി മനു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ടൂർണമെന്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ കോച്ചായിട്ട് വന്ന ഈ മനു വരുമ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കളിക്കുന്ന പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കില്ല. അയാൾക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രം ചാൻസ് കൊടുക്കും. ഇയാളിൽ നിന്ന് താങ്കളുടെ സുഹൃത്തിനൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതെന്താണത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരിനെ ഒരു ദിവസം വൈകുന്നേരം ഒരു 9:10 മണിക്കകത്ത് പുള്ളി വിളിച്ചിട്ട് പറയുന്നത്, എടാ എന്ത് ചെയ്യുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചോ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്, എടാ നമുക്ക് നാളെ നമ്മുടെ സ്പെഷ്യൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ 10 മണിക്ക് KCA നോർമൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നീ ഒരു 8 മണിയാകുമ്പോൾ പോരെ, നമുക്കൊരു 8 മണി തൊട്ട് പേഴ്സണൽ ട്രെയിനിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവള് വെച്ച്, അതെന്താ സാർ അങ്ങനെ, നിനക്ക് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് തരാം, അതിലൂടെ നിനക്ക് വളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, സാർ പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. സാർ പറയാന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞത്, ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇയാൾ കേൾക്കണം, ഞാൻ എന്ത് പറയുന്ന അത് മാത്രം ചെയ്യണം, ഞാൻ ഒരിടത്ത് പോരുതെന്ന് പറഞ്ഞാൽ നീ പോരുത്, ഞാനത് ചെയ്യാൻ പറഞ്ഞാൽ നീ അത് ചെയ്യണം, എന്തിനും തിരിച്ചു ചോദിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പം നിന്റെ അടുത്ത് ഒരു ബിൽഡിങ്ങിനെ മണ്ടയിൽ നിന്ന് താഴെ ചടാൻ പറഞ്ഞാൽ പോലും നീ അത് കേൾക്കണം, അത് ചെയ്യണം, എന്തിനാന്ന് ചോദിക്കരുത്, നീ അത് ചെയ്തിരിക്കണം, ഓക്കെ എന്ന് പറഞ്ഞു. സാറ് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്ക് ജിം സെഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാള് ഡ്രസ്സ് ഞാനൊരു കോഡ് പറയാം, അതേ യൂസ് ചെയ്യാവും. എന്താ പറയുക, ജിമ്മ് പ്രാക്ടീസ് സെഷന് നീ കുഴപ്പമില്ല, മാക്സിമം സ്ലീവ്ലെസ് യൂസ് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ജിം സെഷൻ വരുമ്പോൾ നീ 2 പീസിൽ എന്റെ ഫ്രണ്ടിൽ നിൽക്കാവെന്ന് പറഞ്ഞു. മെയിൻ പോയിന്റ് 2 പീസ്, ഒരു കോച്ച് പറയണതാണ് 2 പീസിൽ ഡ്രസ്സിൽ നീ എന്റെ അടുത്ത് നിൽക്കാവും. അതും എടുത്ത് പറഞ്ഞത് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുക, പിന്നെ ഷോർട്സ് മാക്സിമം ലെങ്ത് കുറഞ്ഞത് യൂസ് ചെയ്യുക, അതാകുമ്പോൾ നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, നിനക്കിപ്പോ സ്പോർട്സ് ബ്രായും ഈ 2 പീസ് വേണ്ടാന്നുണ്ട്, നിനക്ക് അത് ഇടുന്നതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് ഊരിക്കോ, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ വരെ പറഞ്ഞ ഒരാളാണ് ഈ മനു എന്ന് പറഞ്ഞ ആൾ. എന്നിട്ട് രാവിലെ ഇതുപോലെ മനു വിളിച്ചു, എനിക്ക് സാറിന്റെ സംസാരത്തിന് ബാഡ് അടിച്ചു, ഞാൻ ഇതിന് നിൽക്കത്തില്ല എന്ന് അവള് പറഞ്ഞു.
എന്നിട്ട് കോള് കട്ടു. പിന്നെ അയാൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. പാരന്റ്സിനോട് സംസാരിച്ചപ്പോൾ പാരന്റ്സ് ആദ്യം കേട്ടു. അപ്പോൾ ഇതിൽ മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ സ്വന്തം അമ്മ പറയണതാണ് ഇങ്ങനെ ചെയ്യണ്ട, അത് വിട്ടേക്കുന്നു. ലാസ്റ്റ് കരഞ്ഞു വിളിച്ച് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഫോണിൽ ഈ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, എന്റെ ഫോണൊന്നും അത് ഡിലീറ്റ് ആക്കി, അവളുടെ ഫോണൊന്നും എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് പറഞ്ഞു ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വല്ല സമ്മർദ്ദവും ആ കുട്ടിക്ക് വന്നു? പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണ് ആ സമ്മർദ്ദം വന്നത്. പക്ഷെ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ എന്റെ അച്ഛനെ അയച്ചു കൊടുത്തു. പിന്നെ ഞാനത് എന്റെ കോച്ചിനോട് എടുത്തേടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ആകെ ആ ഒരു സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് എന്റെ കോച്ചായ അനീൽ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം സാറിനെ വിളിച്ചിട്ടുണ്ടായി. സാറിന് ഞാൻ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വോയിസ് അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ സാറിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. സാറത് കേട്ടിട്ട് പറഞ്ഞു, എടാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവിടെ വരുന്ന മിക്ക കുട്ടികളെ ഇയാള് മാനസികമായിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഓഫർ ചെയ്യുന്ന ആ ഓഡിയോയിൽ തന്നെ പറയുന്നത്, ഇയാൾ ഓഫർ ചെയ്യുന്നതും പിള്ളേര് വഴങ്ങുന്നതുമായിട്ടുള്ള മെയിൻ കാരണം ഇയാൾ പറയും, എടോ ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിന്നാ നിന്നെ ഞാൻ NCA കളിപ്പിക്കുക, നിന്നെ ഞാൻ നാഷണൽ ടീമിൽ കയറ്റിക്കുക, ഇന്ത്യ കളിപ്പിക്കുക, ഇവിടെ ഞാനാണ് മെയിൻ, എനിക്കിവിടെ നല്ല പിടിപാടുണ്ട്, ഞാൻ പറയുന്നതൊക്കെ ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊരു ഓഫർ ഇയാൾ ഇടുന്നത് കൊണ്ടാണ് ഈ പിള്ളേർ ഇത് നിൽക്കുന്നത്. KCA അങ്ങനെ മനുവിനെ സംരക്ഷിച്ചു പോരുകയായിരുന്നോ? എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. പക്ഷേ 2019 ഇങ്ങനൊരു കുട്ടിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് പുറത്ത് വന്നതാണ്. അതിനുശേഷം നടന്ന മാച്ചസിൽ പോലും ആണെങ്കിൽ ഈ മനുവിനെ വുമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ഒപ്പം വിട്ടിട്ടുണ്ട്. അപ്പൊ KCA അയാളെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കുകയോ അയാളെ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. അയാളെ വീണ്ടും വുമൻസിന്റെ ഒപ്പം വിടുക ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് KCAന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൃത്യമായിട്ട് അതിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നത് വേറൊരു കോച്ചിന് അയച്ചു കൊടുക്കുക വരെ ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പെൺകുട്ടി അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇനി ഒരുപാട് പേരുണ്ട്. ഓൾറെഡി 2022 പരാതി കൊടുത്ത ടൈമിൽ അവിടെ പരാതി കൊടുക്കാൻ ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്ത, കുട്ടീൻ്റെ പാരൻസിനെ ഹെൽപ്പ് ചെയ്തൊരു പയ്യൻ വന്നിട്ട് ആ പയ്യനും പറയുന്നുണ്ട് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ. ആൻഡ് CCTV ക്യാം അടക്കം വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവണേ എന്നുള്ളതും പയ്യൻ വന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടുത്തെ വുമൻസ് ടീമിലെ കോച്ചാണ്. കുറേ പിള്ളേർ അതായത് കരഞ്ഞുകൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഈ കളിക്കുന്ന സ്ഥലമുണ്ട്, ചിലപ്പോൾ വഴക്ക് കിട്ടാം, പണിഷ്മെൻറ്റ് കിട്ടാം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കണം. ഒരു ദിവസം രാത്രി എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഇതേപോലെ കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് മിസ്ബിഹേവിങ് ഉണ്ടെന്ന് കൊച്ചു പറഞ്ഞു. പിറ്റേ ദിവസം പോയപ്പോഴേക്കും ആ കുട്ടിയും വേറൊരു കുട്ടിയും 12ഉം 10ഉം ആണ് പിള്ളേരെ വയസ്സ്, എൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അപ്പോൾ തന്നെ അതൊരു വീഡിയോ, ആ കൊച്ചു പറയുന്ന 2 പിള്ളേരും പറയുന്ന വീഡിയോ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമിഴാണ്. അപ്പോൾ അവർക്ക് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് പെറ്റീഷൻ ഹാൻഡ് റിട്ടേണിൽ എഴുതിയിട്ട് കൺട്രോൾമെൻറ്റിൽ കൊടുത്തു. നേരെ ചൈൽഡ് വെൽഫെയറിൽ പോയപ്പോഴേക്കും ഈ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും മാത്രമേ അകത്ത് കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ഞാൻ തന്നെയാണ് ഹാൻഡ് റിട്ടേണിൽ ഒപ്പിട്ടിട്ട് ഞങ്ങൾ 8 പിള്ളേരുടെ ഒപ്പും കൂടി ഇട്ടുകൊടുത്തു. ഞങ്ങൾ അവിടെ 8 പയ്യന്മാരുണ്ടായിരുന്നു കട്ടയ്ക്ക് നിന്ന്. അപ്പോൾ ഞങ്ങളെ ഒപ്പും കൂടി ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും അവർ പറയുന്നു, ഒന്നും കൂടെ ആലോചിക്ക്, ഇത് വലിയ പ്രശ്നവും കൂടെ നിൽക്കാനൊക്കെ ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു, ഞങ്ങളെ പയ്യന്മാർ. അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, ഇനി ഞങ്ങൾ നിന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ അവരുടെ വീട്ടിൽ പോയപ്പോഴേക്കും വെരി പാത്തറ്റിക് സിറ്റുവേഷൻ. അതായത് അത്രയും എന്താ പറയണ, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനാണ് ആ കുട്ടി കളിക്കാൻ പറഞ്ഞത്. ഞാൻ അന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ഇവൻ മൂലം ഇത് നശിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഉടനെ എന്നിട്ട് അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എന്നെ കൺട്രോൾമെൻറ്റിൽ നിന്ന് വിളിപ്പിച്ച് ഉള്ളതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫുള്ള് ഏകദേശം എനിക്ക് തോന്നുന്നു 80-90 പേപ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു മൊഴി അങ്ങനത്തെ സംഭവമാണ് അവർ ഫയൽ ചെയ്തിട്ടുള്ളത്. ആ കേസും ഇല്ല എന്ന് നിലനിൽക്കുന്നില്ല, മനസ്സിലായത്. ഞാൻ പിന്നീട് അറിഞ്ഞത് സെറ്റിൽമെന്റ് ചെയ്തെന്നാണ്. അഖില് പരാതി വല്ലതും അയച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? ഞാൻ ആക്ച്വലി CM-ന് ഒരു ഇമെയിൽ, കാരണം അന്ന് രാത്രി എനിക്കിങ്ങനെ മനസ്സിലൊരു തോന്നൽ, കാരണം ഇവരുടെ ബിഹേവിയർ, പോലീസുകാരുടെ ബിഹേവിയർ ഒക്കെ ഭയങ്കര മോശമാണ്. ഈ മെയിൽ തൊട്ട് പിറ്റേ ദിവസം റെസ്പോണ്ട് ചെയ്ത് എനിക്ക് തിരിച്ചൊരു മെയിൽ കിട്ടിയിരുന്നു, ഇതേപോലെ നോട്ടീസായി ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പോലീസ് കൗൺസിലിൽ. അപ്പോഴേക്കും അത് അവർക്ക് കിട്ടി. എൻ്റെ അടുത്ത് ചോദിച്ചു, നീ CM-നൊക്കെ മെയിൽ അയക്കാറായടേ എന്നൊക്കെ ചോദിച്ചാൽ, കാശിൻ്റെ മുകളിൽ ഒന്നും പറക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇതെല്ലാം മണിയുടെ ഒരു പവർ തന്നെയാണ്. അസോസിയേഷനിൽ പറഞ്ഞു, അവിടുത്തെ സെക്രട്ടറി ഉണ്ടായിരുന്നു, നേരം വെളുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും, ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാണ്. മനുവിനെ മാറ്റി നിർത്തിയായിരുന്നു? ഇല്ല, അന്നൊന്നും മാറ്റി നിർത്തി. എൻ്റെ അറിവിൽ മനുവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. ഇതാണ് KCAയിലെ അവസ്ഥ. അതായത് കൃത്യമായിട്ട് ആളുകൾ പറയുന്നുണ്ട്, തെളിവടക്കം പറയുന്നുണ്ട്, അവരനുഭവിച്ച പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അവർ കണ്ടത് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഇന്നാണ് വന്ന് നിന്നിട്ട് KCAൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ സാധനം വരുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അബദ്ധം പറ്റുമെന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്, തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്.
പക്ഷെ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇത് ആദ്യം പോലീസിലേക്ക് പോയി, പിന്നെ CWCയിൽ പോയി, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. 2016-17 ടൈമിൽ ഈ വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടും ഇയാളെ വീണ്ടും വെച്ചുകൊണ്ടിരുന്നു. 2022 പരാതി വന്നിട്ട് വീണ്ടും വെച്ചുകൊണ്ടിരുന്നു. 2024 മെയ്യിൽ അവിടുന്ന് പോയ വ്യക്തിയെ വീണ്ടും പിടിച്ചു കൊണ്ടുവന്നിട്ട് വുമൻസ് ടീമിൻ്റെ കോച്ചാക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് KCAയുടെ അധികാരികൾ പറയാം തെറ്റ് പറ്റി. ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളൂ, ഉളുപ്പുണ്ടോ എന്നുള്ളത്. ന്യായീകരിക്കുകയല്ല വേണ്ട ഇവിടെ. ആൻഡ് പോലീസുകാരും CWCയും ഈവൻ മീഡിയ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം. കാരണം ഇതൊരു മനുവിൽ ഒതുങ്ങുന്ന സാധനമല്ല. മനുവിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല മനു ഇത്രയും കാലം കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഈ പല കുട്ടികളും, കേസ് കൊടുത്ത കുട്ടികളും മനു ഒതുക്കിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയ ഇമെയിൽ വരെ ഹാക്ക് ചെയ്തിട്ട് ഒരു പാരൻറ്റിൻ്റെ, എന്നിട്ട് ആ മെയിൽ വരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. പൈസ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം മനുവിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് വേറെ ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. അതാരൊക്കെ? മനുവിൻ്റെ ഫോണിൽ കൃത്യമായ തെളിവുകൾ കാണണം. ഫോറൻസിക് കൃത്യമായി അന്വേഷിക്കണം. മനുവിൻ്റെ ഒരു ഫോൺ 3 ഫോണുണ്ട്, ഒന്ന് വിറ്റു എന്ന് പറഞ്ഞാൽ 2 സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വിറ്റ ഫോൺ എവിടെ വിറ്റു എന്നുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്തെടുത്തിട്ട് അതിലെ തെളിവുകൾ എടുത്ത് നോക്കണം. മനു കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ, മനുവിനെ ഒരു സ്ഥിരമായിട്ട് മെയിലടക്കം കോൺടാക്റ്റിലുള്ള ആളുകളടക്കം ചെക്ക് ചെയ്യണം. കാരണം ഈ വിഷ്വൽ ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയ സംഗതി അല്ല. ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പല വമ്പന്മാരും ഇതിനകത്ത് വീഴും, ഉറപ്പാണ് ആ കാര്യം. അത് പേടിച്ചിട്ടാണ് കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഇതിൽ കൃത്യമായ അന്വേഷണം വന്നാൽ കാര്യങ്ങൾ പുറത്തു വരും. ഇല്ലെങ്കിൽ എല്ലാ പോലത്തെ ഒരു പീഡന പരമ്പര ന്യൂസ് പോലെ KCAയിലെ പീഡന പരമ്പര കഴിഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ മനു ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അവിടെ പിടിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ട് വീണ്ടും എല്ലാ അസൈൻമെൻറ്റും ആർക്ക് കൊടുക്കും? മനുവിന് കൊടുക്കും. അതും നമ്മൾ കാണേണ്ടിയിരുന്നതാണ്. അതാണ് ഈ നാട്ടിലെ അവസ്ഥ. കഷ്ടം.